ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഡിസംബർ 12, 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡിസംബർ 10 ലോകം മനുഷ്യാവകാശ ദിനം ആചരിച്ചു. അത് ഒരു വൈരുദ്ധ്യത്തിൻ്റെ ദിനമായിട്ടാണ് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ മാസം ശിശുദിനം ആചരിച്ച സമയത്ത് ലോകത്തിൻ്റെ മുഴുവൻ കണ്ണും ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ രോദനങ്ങൾക്കു നേരെയായിരുന്നു. ഇപ്പോൾ മനുഷ്യാവകാശം ആചരിച്ചപ്പോഴും മനുഷ്യാവകാശത്തിൻ്റെ 1000-1 പോലും ലഭിക്കാത്ത ജനങ്ങളാണ് ഫലസ്തീനിലുള്ളത് എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്ന ഫലസ്തീൻ ജനത എന്ന വിഷയത്തിൽ ഒരു ഭാഷണം നടത്തുവാൻ WSF നമ്മോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ നാടും ഓരോ പ്രതീകമാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായിരുന്നു ഇന്ത്യ. അധികാരത്തിന്റെ പ്രതീകമാണ് റോം. സാഹിത്യത്തിന്റെ പ്രതീകമാണ് പേർഷ്യ. സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് സ്വിറ്റ്സർലാൻഡ്. കണ്ടുപിടുത്തങ്ങളുടെ പ്രതീകമാണ് ചൈന. ശാന്തിയുടെ പ്രതീകമാണ് ജപ്പാൻ. സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് ഭൂട്ടാൻ. അഭിമാനത്തിന്റെയും ആഭിജാത്യത്തിന്റെയും കുലമഹിമയുടെയും പ്രതീകമാണ് അറേബ്യ. എന്നാൽ നിങ്ങൾ പറ, ഫലസ്തീൻ എന്തിന്റെ പ്രതീകമാണ്? ഫലസ്തീൻ കണ്ണീരിന്റെയും കരച്ചിലിന്റെയും വ്യഥകളുടെയും വേദനകളുടെയും പ്രതീകമാണ് ഫലസ്തീൻ. ഒരുപക്ഷെ ദശകങ്ങൾ കൊണ്ട് വേദനകളുടെ മാത്രം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന കണ്ണീരിന്റെയും രക്തക്കട്ടുകളുടെയും ഒരു വലിയ ഗർഭപാത്രമാണ് ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു നാമമാണ് ഗാസ എന്നുള്ളത്. ഗാസയിൽ കുഞ്ഞുങ്ങൾ വെടിയേറ്റ് മരിച്ചു, അവിടെ ബോംബാക്രമണങ്ങൾ ഉണ്ടായി, ഇത്യാദി കാര്യങ്ങൾ. അന്നൊന്നും അതിന്റെ ഗൗരവം മനസ്സിലായിരുന്നില്ല. നമ്മുടെ കേരളത്തിൽ മഴ പെയ്തു, അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ ചൂട് കൂടി എന്നൊക്കെ പറയുന്നത് പോലെ ഗാസയിൽ മരണങ്ങൾ ഇത്രയേ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. എത്ര ഭയാനകമായ കാര്യമാണ് അവിടെ നടക്കുന്നത് എന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. പക്ഷേ ഇവിടെയെല്ലാം ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് ഫലസ്തീൻ? വൈ പലസ്തീൻ ഓൾവേസ്? എന്തുകൊണ്ട് എപ്പോഴും ഫലസ്തീൻ മാത്രം ആക്രമിക്കപ്പെടുന്നു? എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം എന്ന് മനസ്സിലാക്കണമെങ്കിൽ 2 ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് ഫലസ്തീനിന്റെ മതചരിത്രവും മറ്റൊന്ന് ആ മണ്ണിന്റെ രാഷ്ട്രീയ ചരിത്രവും. ഫലസ്തീൻ മണ്ണിന്റെ മതചരിത്രം ആദ്യം പറയാം. അത് തുടങ്ങുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്നാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് ഇന്നത്തെ ഫലസ്തീനിന്റെ നാട്ടിലേക്ക് കുടിയേറി. അദ്ദേഹത്തിന്റെ മകനായിരുന്നു യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിലെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൽ 12 മക്കളുണ്ടായിരുന്നു. ഈ 12 മക്കളും അവരുടെ തലമുറകളുമാണ് പിന്നീട് ബനു ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. ഈ 12 മക്കളിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചില കാരണങ്ങളാൽ ഈജിപ്തിലേക്ക് എത്തപ്പെട്ടു. ഈജിപ്തിൽ അദ്ദേഹം ഉന്നത സ്ഥാനീയനായി മാറി. അവിടെയുള്ള ആളുകൾക്കെല്ലാം അദ്ദേഹത്തെ വലിയ ഇഷ്ടമായി. അത് കാരണം അദ്ദേഹം തന്റെ 11 സഹോദരന്മാരെ കൂടി അങ്ങോട്ട് ക്ഷണിച്ചു. പക്ഷേ വിചിത്രമെന്നോണം ഈജിപ്തുകാർ പിന്നീട് അവരെ വെറുക്കാൻ തുടങ്ങി. കാരണം അവരുടെ വളർച്ച അതിവേഗതയിലായിരുന്നു. അവർ മക്കളും മക്കളുടെ മക്കളുമായി പെറ്റുപെരുകി. അവിടെ ഉണ്ടായിരുന്ന ഈജിപ്തുകാർ അവരെ ആക്രമിക്കാനും അടിമത്തത്തിലാക്കുവാനും തുടങ്ങി. ഫറോവമാർ ആ ബനു ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങി. ഈ അവസരത്തിലാണ് ബനു ഇസ്രായേലിനെ രക്ഷിക്കാൻ എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാം അവിടെ അവതീർണനാകുന്നത്. മൂസ നബി അലൈഹിസ്സലാം ഇസ്രായേൽ സന്തതികളുമായി രക്ഷപ്പെട്ടു. ചെങ്കടൽ കടന്നുകൊണ്ട് അവരുടെ വാഗ്ദത്ത ഭൂമിയായ അഥവാ അവരുടെ പാരമ്പര്യ ഭൂമിയായ
അവരുടെ കുലമഹിമയുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാൽപാദം പതിഞ്ഞ ഫലസ്തീനിലേക്ക് അദ്ദേഹം അവരുടെ അനുയായികളെയും കൊണ്ട് മൂസ നബി അലൈഹി ഇസ്ലാം രക്ഷപ്പെട്ടു. പക്ഷേ ആ വാഗ്ദത്ത ഭൂമിയിൽ എത്തിക്കേണ്ട ദൗത്യം ഉണ്ടായിരുന്നത് മൂസ നബി അലൈഹി ഇസ്ലാമിനായിരുന്നില്ല, അത് പിന്നീട് വന്ന യോശുവ പ്രവാചകനായിരുന്നു. അദ്ദേഹം അത് നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ ആ ജൂത സമൂഹം, മൂസ നബി അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ച ആ സമൂഹം ആ ഫലസ്തീനിൽ എത്തുകയും അവർ അവിടെ നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ പഠനങ്ങളും ചരിത്രങ്ങളും പ്രമാണങ്ങളും എല്ലാം പറയുന്നു, ഈ ജൂതന്മാർക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, അവർ നല്ലവരായിരുന്നു, പക്ഷേ അവർക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ എപ്പോഴാണോ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അല്പസമയത്തിനകമായി അവർ വഴിപിഴച്ചു പോകും. ഈ വഴിപിഴക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ദൈവത്തിൽ നിന്ന് വിപത്തുകളും ദുരന്തങ്ങളും വന്നു തരികയും ചെയ്യും. അങ്ങനെ മൂസ നബി അലൈഹി ഇസ്ലാമിനെ വിശ്വസിച്ച സമയത്തും അവർ പിഴച്ചു പോയില്ലേ? അവര് പശുവിന്റെ ആകൃതിയിൽ ബിംബമുണ്ടാക്കിയില്ലേ? പിന്നീടോ അവർക്ക് അറിയാമായിരുന്നു, അവരുടെ ഗ്രന്ഥപ്രകാരം തോറപ്രകാരം തങ്ങളെ സമുദ്ധരിക്കാൻ ഒരു രക്ഷകൻ വരുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ അവർക്ക് പിന്നീട് അവർ വഴിവെച്ച് പോയപ്പോൾ അവരെ രക്ഷിക്കാനായി ഈസാ നബി അലൈഹി ഇസ്ലാം വരികയാണ്. പക്ഷേ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ തോറ പറഞ്ഞ പ്രകാരമുള്ള ദൈവദൂതനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഘോഷിക്കുകയാണ് ചെയ്തത്, കൊലപ്പെടുത്തി. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല ഉയർത്തി എന്നുള്ളതാണ്. പക്ഷെ അവരുടെ വിശ്വാസപ്രകാരം അവർ ആ വ്യക്തിയെ കൊന്നില്ലേ? പിന്നീട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഇസ്ലാം വ്യാപിച്ചു. അതും അവർ അംഗീകരിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ അവരുടെ തോറയിൽ പറഞ്ഞ പ്രവാചകന്മാരായി കടന്നു വന്ന ഒരുത്തരെയും അവർ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവസാന കാലഘട്ടത്തിൽ ഞങ്ങളെ ഒരു സമുദ്ധരിക്കാൻ ഒരാൾ വരുമെന്ന വിശ്വാസത്താൽ അതിനു മുമ്പ് അവർക്ക് വന്ന എല്ലാ പ്രവാചകന്മാരെയും അവർ മുഖവിലക്കെടുക്കാതിരിക്കുകയും തങ്ങളാണ് ഏറ്റവും ഉന്നതര് എന്ന അഹങ്കാരത്തോടെ നിലനിൽക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്നും അവര് ലോകത്തെ ആക്രമിക്കുന്നത്. ഞങ്ങളാണ് ഏറ്റവും മികച്ചവരെന്ന ചിന്ത കാരണമാണ്. അത് കാരണം അവർ ആക്രമിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ധർമ്മമാണ്, ശരിയാണ് എന്ന ചിന്ത അവരിൽ അന്നു മുതലേ ഉണ്ട്. അതോടെ ആ ഇസ്രായേലിന്റെ മതചരിത്രം ഓരോ പ്രവാചകന്മാരും അഥവാ അവർ ജൂതന്മാരായി അവിടെ നിലനിന്നു. അതോടൊപ്പം തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പിന്തുടർന്നവർ ക്രൈസ്തവരായും അവിടെ നിലനിന്നു. പിന്നീട് ഇസ്ലാം വ്യാപിച്ചപ്പോൾ മുസ്ലിങ്ങളും അവിടെ നിന്നു. അങ്ങനെ ആ 3 കൂട്ടരും കൂടി ഫലസ്തീനിൽ നിലനിന്നു. ഇങ്ങനെ നല്ല നിലക്ക് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതാണ് അതിന്റെ മതചരിത്രം. ഇനി അതിന്റെ രാഷ്ട്രീയ ചരിത്രം. 18ാം നൂറ്റാണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം കോളനികൾ വ്യാപിപ്പിക്കുന്ന കാലം. അങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യം തങ്ങളുടെ ഏറ്റവും വലിയ ആയുധമായ ഡിവൈഡ് ആൻഡ് റൂൾ കയ്യിലെടുത്തു. 1ാം ലോക മഹായുദ്ധം വന്നു. ആ സമയത്ത് അവർ അവിടെ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഫലസ്തീനിലെ മുസ്ലിങ്ങളോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ നിങ്ങൾക്ക് ഭൂമി നൽകാം. ജൂതന്മാരോടും പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഗ്ദത്ത ഭൂമിയല്ലേ, അത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം. അങ്ങനെ മുസ്ലിങ്ങളുടെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് ലോക മുസ്ലിങ്ങളുടെ നേതാവായിരുന്ന മുസ്തഫ കമാൽ അത്താതുർക്ക് പല കാരണങ്ങളാലും പിന്തള്ളപ്പെട്ടു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർ അവിടെ കീഴടക്കി. ആ അവസരം മുതലെടുത്തുകൊണ്ട് ഇസ്രായേലിൽ വന്നുകൊണ്ട് പറഞ്ഞു, ജൂത സമൂഹമായ ഞങ്ങൾ മുന്നിട്ടാൽ ഞങ്ങൾക്ക് ആ ഭൂപ്രദേശം നേടിത്തരാമെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ പൂർവ്വ പ്രവാചകനായ യാക്കോബിന്റെ നാമമായ ഇസ്രായേൽ എന്ന പേരിൽ ഒരു രാജ്യം വേണം, അത് നിങ്ങൾ നേടിത്തരണമെന്ന് പറഞ്ഞപ്പോ ബ്രിട്ടീഷ് സാമ്രാജ്യം 1917 ബൽഫർ ഉടമ്പടി പ്രകാരം അവർക്ക് നേടിക്കൊടുത്തു. അതോടുകൂടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന ജൂത സമൂഹം അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും മികച്ചവരെന്ന് ചിന്തിച്ചിരുന്ന ആ ജൂത സമൂഹത്തെ നിങ്ങളല്ല, നിങ്ങളെക്കാൾ മികച്ചവരാണ് ഞങ്ങൾ എന്ന് ചിന്തിച്ചിരുന്ന ആര്യ സമൂഹത്തിന്റെ വക്താവായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ 70 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയപ്പോ ലോകത്താകമാനം വ്യാപിച്ചു കിടന്നിരുന്ന ജൂത സമൂഹത്തിന് ഏക പ്രതീക്ഷയുണ്ടായിരുന്നത് തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായ, തങ്ങളുടെ പാരമ്പര്യ ഭൂമിയായ, തങ്ങളുടെ കുലമഹിമയുള്ള ആ ഇസ്രായേൽ ഭൂമിയിൽ അഥവാ ഫലസ്തീനിന്റെ ഭൂമിയിൽ എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് കുടിയേറ്റം ശക്തിയായി ഒഴുകി. അങ്ങനെ 1948-ലും 1967-ലും അവർ ആക്രമണത്തോടു കൂടി കുടിയേറ്റം നടത്തിക്കൊണ്ട് ലോക ജൂത സമൂഹത്തിന്റെ 80% ജനസംഖ്യയും ഇന്ന് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു, അതിനാൽ ഞങ്ങൾക്ക് അഭയം നൽകണം ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിൽ എന്ന് പറഞ്ഞപ്പോ
അവർക്ക് അഭയം നൽകിയ ഫലസ്തീൻ ജനതയുടെ ആകെ ശതമാനത്തിന്റെ പകുതിയും ഇന്ന് ഫലസ്തീനിന് പുറത്താണുള്ളത് എന്ന വൈരുദ്ധ്യാത്മകമായ സാഹചര്യത്തിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ഇതാണ് അതിന്റെ രാഷ്ട്രീയ ചരിത്രം. ഇവിടെ നമുക്ക് തോന്നാം ബ്രിട്ടീഷ് സാമ്രാജ്യം അവർക്ക് ശരിയാക്കി കൊടുത്തതല്ലേ ഈ നാട് എന്ന്. ഇവിടെ നമുക്ക് തോന്നാം അവരുടെ വാഗ്ദത്ത ഭൂമിയായിരുന്നില്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ന്യായമില്ലേ, അവർ പറഞ്ഞത് ശരിയല്ലേ എന്ന്. പക്ഷേ ഇവിടെ രണ്ട് തെറ്റ് സംഭവിച്ചു. ഇസ്രായേൽ രണ്ട് വൻ തെറ്റുകൾ ചെയ്തു. ഒന്ന്, അവരുടെ തോറ പ്രകാരം പറഞ്ഞിരുന്ന ഒരു പ്രവാചകന്മാരെയും അവർ അംഗീകരിച്ചില്ല, ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ്, അഭയം നൽകിയപ്പോ ആ ഫലസ്തീൻ ജനതയെ അല്പാൽപമായി കീഴടക്കി അവസാനം ഉന്മൂലനം ചെയ്യുക, പൂർണ്ണമായും അവരെ ഇല്ലാതാക്കുക എന്ന വലിയ ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് ഇസ്രായേൽ എന്നുള്ളതാണ് അവർ ചെയ്ത രണ്ടാമത്തെ തെറ്റ് എന്നുള്ളത്. ലോക രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്ന UN അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 55% ഭൂമി തരാം, മുസ്ലിങ്ങൾക്ക് 45% കൊടുത്തോളൂ, നല്ല നിലക്ക് മുന്നോട്ട് പോകാം. പക്ഷേ അതേ എന്ന് പറഞ്ഞെങ്കിലും അവരത് തെറ്റിച്ചു. അവർ കുടിയേറ്റം വർദ്ധിപ്പിച്ചു കൊണ്ടേയിരുന്നു. പിന്നീട് 1993-ലും 95-ലും പറഞ്ഞു, ഓസ്ലോ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് 60% ഭൂമി തരാം, ആ ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക് 18% കൊടുത്താൽ മതി, 22% നിങ്ങൾ ഇരു കൂട്ടരും ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് ആ ജെറുസലേം ഉൾപ്പെടുന്ന ഭൂമിയെ ഉൾപ്പെടുത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊള്ളുമെന്ന് അവർ അതേ എന്ന് പറഞ്ഞു. എന്നിട്ട് അതും തെറ്റിച്ചു. അങ്ങനെ തങ്ങളുടെ ധാർമ്മികതയെ ഒട്ടും മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഉന്മൂലനം ചെയ്യാൻ, ഫലസ്തീൻ ജനതയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവർ ചെയ്ത രണ്ടാമത്തെ തെറ്റ്. ഇതുകൊണ്ടാണ് പറയുന്നത് ഫലസ്തീൻ എന്തുകൊണ്ടും ഇസ്രായേലിനേക്കാൾ മുകളിലാണ്, അവരുടെ മഹത്വം ഇസ്രായേലിനേക്കാൾ മുകളിലാണ് എന്ന് പറയാനുള്ള പ്രധാന കാരണം ഈ രണ്ട് തെറ്റുകളാണ്. മറ്റൊന്നുകൂടി അതോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പ്രതിരോധം എന്നോണം മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊരു വെടിപൊട്ടിയാൽ അത് ഭീകരാക്രമണമാണെന്ന് പറയാനും തീവ്രവാദ രാജ്യമാണെന്ന് പറയാനും മുന്നോട്ട് വന്നിരുന്ന ഒരു മുഖ്യധാര രാജ്യമോ മാധ്യമമോ ഇത്രയധികം കൂട്ടക്കൊലകൾ നടത്തിയിട്ടും എത്രത്തോളം എന്ന് വെച്ചാൽ, ഇന്നേക്ക് 2 മാസം, ഈ കഴിഞ്ഞ 2 മാസം വെച്ച് നോക്കിയാൽ 18,000-ഓളം പേരെ നരനായാട്ട് നടത്തി കൊന്നുകളഞ്ഞു. ഇതിൽ 75% സ്ത്രീകളും കുട്ടികളുമാണ്. ഇതിൽ 10,000-ഓളം പേരെ കാണാനില്ല. ഇത്തരം ഒരു അവസ്ഥയിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചപ്പോഴും ഈ ഇസ്രായേൽ ഒരു ഭീകര രാജ്യമാണെന്ന് പറയാൻ ഒരു മുഖ്യധാര മാധ്യമമോ രാജ്യമോ മുന്നോട്ട് വന്നില്ല എന്നുള്ളത് അവരുടെ ഇസ്ലാമോഫോബിക് മെന്റാലിറ്റിയുടെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് ഈ സാഹചര്യത്തിൽ ചേർത്ത് പറയൽ അനിവാര്യമാണ്. ഇസ്രായേലിനേക്കാൾ എന്തുകൊണ്ടും മേലെയാണ് ഫലസ്തീൻ. കാരണം ഫലസ്തീൻ ലോകത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഫലസ്തീൻ ലോകത്തെ ക്ഷമ പഠിപ്പിച്ചു. ഫലസ്തീൻ ലോകത്തെ സഹനം പഠിപ്പിച്ചു. ഫലസ്തീൻ ലോകത്തെ ത്യാഗം എന്തെന്ന് പഠിപ്പിച്ചു. ഒരു കവി എഴുതിയതുപോലെ, ലില്ലിപ്പൂക്കൾ പറിച്ചു കളിച്ചുല്ലസിച്ച് ആഹ്ലാദിച്ചു നടക്കേണ്ട സമയത്ത് ഉറ്റവരുടെ ഉടലറ്റ ശരീരം നോക്കി കരയാതിരിക്കാൻ പഠിച്ച കുട്ടികളുള്ള നാടാണ് ഫലസ്തീൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10 ദശകങ്ങളായിട്ട് വെടിയൊച്ചകൾ മാത്രം കേട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളുള്ള നാടാണ് ഫലസ്തീൻ എന്നുള്ളത്. ഫലസ്തീനിന്റെ മഹത്വം ഒരിക്കലും കുറയുകയില്ല. കാരണം മനുഷ്യാത്മാവിന് ശാന്തി പകരാൻ ലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ദാനമായി സമ്മാനമായി നൽകിയ വിശുദ്ധ നിസ്കാരത്തെ സമ്മാനമായി സ്വീകരിക്കാൻ വേണ്ടി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാണം നടത്തിയ മേറാജ് രാത്രിയിൽ അത്ഭുതകരമായ വാഹനമായ ബുറാഖിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണാണ് ഫലസ്തീൻ. എല്ലാ മതങ്ങളും ഒരുപോലെ സമ്മതിക്കുന്നത് പോലെ വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായ തലോടുന്നവൻ അഥവാ മസീഹ് എന്ന സ്ഥാനപ്പേര് ലഭിച്ച മഹാനായ യേശു എന്ന ജീസസ് എന്ന നാം പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം ജന്മം കൊണ്ട പുണ്യഭൂമിയുള്ള ബത്ലഹേമുള്ള മണ്ണാണ് ഫലസ്തീൻ. അതുകൊണ്ട് ഫലസ്തീൻ എന്നും മുകളിൽ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? സ്വാതന്ത്ര്യം കിട്ടാത്ത സമയത്ത് കേരളത്തിൽ
സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന 4 വരി കവിത പാടിക്കൊണ്ട് സ്വാതന്ത്ര്യം എത്രത്തോളം പ്രധാനമാണ് എന്ന് മലയാളികളെ ഉത്ബോധിപ്പിച്ച കുമാരനാശാനെ പോലെ കവിതകൾ എഴുതാൻ കഴിയുന്നവർ അങ്ങനെ എഴുതാൻ ശ്രമിക്കണം. ലേഖനങ്ങൾ എഴുതാൻ കഴിയുന്നവർ അത് ചെയ്യണം. കാരണം അത് വായിച്ചിട്ട് പലസ്തീൻ കുഞ്ഞുങ്ങളുടെ രോദനങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ അചഞ്ചലമായ വിശ്വാസം മനസ്സിലാക്കിയിട്ട് എത്രയോ പേര് ഇന്ന് പാശ്ചാത്യ നാടുകളിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം ഉപരി ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. اللهم انصر اخواننا المسلمين في فلسطين ودمر اعداءنا واعداءهم وشتت شملهم وفرج جمعهم وزلزل اقدامهم يا قهار برحمتك يا ارحم الراحمين. നിങ്ങളുടെ വിലപ്പെട്ട സമയം നൽകിയതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി